ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓട്സിന്റെ ഐറ്റമാണ്. ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചെയ്തത് പൈനാപ്പിൾ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ വെച്ച് ചെയ്തപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് കൈപ്രസം വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇത് ആപ്പിൾ വെച്ചിട്ടാവുമ്പോൾ ഒരിക്കലും അത് സംഭവിക്കില്ല. മാത്രമല്ല പൈനാപ്പിൾ ഇപ്പൊ എല്ലാവരുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കില്ല. ഞാൻ അതിൽ അന്ന് ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ആപ്പിൾ മാത്രം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടേസ്റ്റ് വൈസും പിന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ അല്ലെ. ഏത് സീസണിലും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ് ആപ്പിൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എനിക്ക് മടി പിടിച്ചുള്ളൊരു ദിവസമാണ്. ഞാൻ സാധാരണ വീട്ടിൽ കുക്ക് ചെയ്യാറില്ല, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് പതിവ്. പക്ഷെ ഇപ്പോൾ ഞാൻ 2-3 ആഴ്ചകളായിട്ട് വീട്ടിൽ തന്നെയാണ് ഭക്ഷണം. ഞാൻ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കംപ്ലീറ്റ്ലി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് മോനാണ്. ഇപ്പൊ അവി ഇപ്പൊ കുറെ നാളുകളായിട്ട് ഡയറ്റിലൊക്കെയാണ്. ഇപ്പൊ പുള്ളി രാവിലത്തെ എന്താ പറയാ ഭക്ഷണം ഇതാണ്, ഓട്സും തൈരും ആപ്പിളും ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും പറഞ്ഞിട്ട് നമുക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. പിന്നെ വേറൊരു സംശയം കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇന്നലത്തെ വീഡിയോ, അതായത് നമ്മൾ എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതില് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇത് തലയിൽ തേക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പം സാധാരണ രീതിയിൽ 4 വയസ്സ് വരുന്നത് നമ്മൾ തലയിൽ കാച്ചിയെണ്ണയൊന്നും സാധാരണ രീതിയിൽ എൻ്റെ വീട്ടിലൊന്നും തേക്കാറുണ്ടായിരുന്നില്ല. 4 വയസ്സിന് ശേഷമൊക്കെ തന്നെയാണ് കാച്ചിയെണ്ണ കുട്ടികൾക്ക് തേച്ച് കുളിപ്പിക്കാറുണ്ടായിരുന്നത്. അപ്പൊ സാധാരണ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉരുക്ക് വെളിച്ചെണ്ണയുടെ. അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കാറ്. അതേസമയം ചില കുട്ടികൾക്ക് എപ്പോഴും സ്ഥിരം ജലദോഷം പറയാറില്ലേ, അപ്പൊ ആ കുട്ടികൾക്കൊക്കെ കരിഞ്ചീരകം ഇട്ടിട്ട് എണ്ണ കാച്ചി കൊടുക്കുന്നത് തേക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ജാൻ്റെ അമ്മയൊക്കെ സ്ഥിരം ജാന് കരിഞ്ചീരകം ഇട്ടിട്ടാണ് എണ്ണ തേച്ച് കൊടുത്തിരുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക്. പക്ഷെ അതേസമയം ഈ ഇന്നലെ കാണിച്ച എണ്ണ 4 വയസ്സ് ശേഷമുള്ള കുട്ടികൾക്ക് തേച്ച് കൊടുത്താൽ മതി. മറ്റത് ഉരുക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ഷാമ്പൂവിന്റെ കാര്യം പലരും അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷാമ്പൂ ഏതാണ് ചേച്ചി ഉപയോഗിക്കുന്നത്, ഡെയിലി ഷാമ്പൂ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്പരത്തി താളി അതേപോലെ വെള്ളിലം താളിയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്കത് പറ്റാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും മൈൽഡ് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ബേബി ഷാമ്പൂ ആവാം, അതേപോലെ തന്നെ സെബാമെഡിന്റെ ഷാമ്പൂ, അതല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂ ഉപയോഗിക്കാം. പക്ഷെ ഡെയിലി യൂസ് ചെയ്താൽ അത്ര നല്ലതൊന്നുമല്ല. അപ്പൊ ഞാൻ ഡെയിലി ഒന്നും കാച്ചിയെണ്ണൊന്നും തേക്കാറില്ല. ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം തേക്കാറുള്ളൂ. അപ്പൊ എണ്ണ തേക്കുന്ന ദിവസങ്ങളിൽ ചെറുതായിട്ട് മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഇട്ട് കളയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പൂസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ പയറുപൊടി ചിലവർ ഇടാറുണ്ട്. പക്ഷെ എനിക്ക് പയറുപൊടി ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതായിട്ട് ചൊറിയാൻ തുടങ്ങുന്ന പൊടി ഭയങ്കര ഡ്രൈ ആവും. അതുകൊണ്ട് ഞാൻ പയറുപൊടി യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം എന്ന് നോക്കിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വിക്കായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഓട്സ് വെച്ചിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് എന്നല്ല കുറച്ച് പേർക്ക് എങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പൈനാപ്പിൾ ചെയ്ത കാരണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ആപ്പിൾ എടുക്കാം. ഗ്രീൻ ആപ്പിൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ നോർമൽ റെഡ് ആപ്പിൾ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ റെഡ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. റെഡ് ആപ്പിൾ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിന് വേണ്ടൂ. അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ഫില്ലിംഗ് ആണ്. മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ആപ്പിൾ മതി. ഒരാൾക്കുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഒരു ആപ്പിൾ, ഒരു ചെറിയ ആപ്പിൾ മതിയാകും. ഒരുപാടൊന്നും വേണ്ട. തൊലി കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പൈനാപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കണം എന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ പൈനാപ്പിളും ഒരേപോലെ നന്നായിട്ട് വരില്ല. ആപ്പിളാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആപ്പിളാണെങ്കിൽ ഏത് സമയത്ത് അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇതല്ലേ. ആപ്പിൾ മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഇപ്പോൾ ഈ ആപ്പിൾ ഞാൻ എടുത്തിരിക്കുന്ന ആപ്പിൾ അത്യാവശ്യം നല്ല മധുരമുള്ള ആപ്പിളാണ്, സ്വീറ്റ് ആയിട്ടുള്ള ആപ്പിളാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയായിട്ട് ഇടാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആയിട്ട് ഇടാം, അതുപോലെ അല്ലെങ്കിൽ ഹണി ആയിട്ട് ഒഴിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്നുമല്ലെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അതിൽ മധുരം ഇടുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 വലിയ ടേബിൾ സ്പൂണോളം തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ഇതിലോട്ട്. ഇത് നന്നായിട്ട് ഫൈനായിട്ട്
അരച്ചിട്ട് വരട്ടെ ഞാൻ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഓട്സ് ഇതിലിട്ട് അരയ്ക്കാൻ പാടില്ല, അത് സ്മൂത്തി ആയിട്ട് മാറും. അതേസമയം ഇത് അരച്ചിട്ട് ഇതിലോട്ടുള്ള നമുക്ക് ഓട്സ് കുറച്ചൊരു 5 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചിട്ട് വരട്ടെ. അതെ, നമ്മളെ ആപ്പിളും തൈരും നന്നായിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ തിരിക്കുന്നത് വൈറ്റ് ഓട്സ് ആണ്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഏത് ഓട്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, മറ്റേ ഓട്സിനൊക്കെ കുറച്ചും കൂടെ സോക്കിംഗ് ടൈം കൂടുമെന്ന് മാത്രം. പക്ഷേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് ഓട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് സോക്കായി കിട്ടും. നമുക്കിനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടാൻ പാടില്ല ഓട്സ്, കാരണം ഇതൊരു 5 മിനിറ്റോളം ഇരുന്ന് കുതിർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ സെർവ് ചെയ്യുക. ഒരുപാട് തിക്കാവാനും പാടില്ല കൺസിസ്റ്റൻസി, ഒരുപാട് തിന്നാവാനും പാടില്ല. അപ്പോൾ ഇതിലിരുന്ന് കുതിരുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ പോരാ, കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓട്സിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊരു, ഇവിടെയൊക്കെ നമ്മൾ സാധാരണ ഞാനും അതുപോലെ അവിയൊക്കെ കഴിക്കുന്നത് ഈ ഒരു അളവിലാണ്. അപ്പോൾ ഇതിൽ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അതെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഓട്സ് നന്നായിട്ട് നമ്മുടെ തൈരും ആപ്പിളും ഉള്ള മിക്സിൽ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പെർഫെക്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. അതായത് നല്ല ചെറിയൊരു പുളിയുണ്ട്, അതായത് പുള്ളിനെ കേടിൻ്റെ ചെറിയൊരു പുളിപ്പുണ്ട്, അതേസമയം ഓവർ പുളിപ്പുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാലും ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ശരി ഇപ്പോൾ കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സോക്കായതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. അതല്ലെങ്കിൽ അടച്ചുറപ്പുള്ള ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ മതിയാവും. ഇപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഇത് കയ്പ്പ് രസം വരില്ല, ബിക്കോസ് ഇത് ആപ്പിൾ ആയതുകൊണ്ട് കേട്ടോ. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് എന്താ പറയുക തിക്കാവാൻ പാടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുക. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇത് ഇച്ചിരി കുറച്ച് തിക്കായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി തൈരിട്ട് അടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പ്രസൻറ്റേഷൻ പർപ്പസിന് വേണ്ടി മാത്രം അല്പം പാഷൻ ഫ്രൂട്ട് അതിൽ മുകളിലേക്ക് ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇതിൽ വേറെ ഫ്രൂട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ കാണാൻ ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. പിള്ളേരെ എന്താ പറയാമോ, ജാൻ ചേട്ടൻ്റെ ഗിഫ്റ്റാണ്. പുതിയ ക്യാമറ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആനിവേഴ്സറിക്ക് അന്ന് വാങ്ങിച്ചു തന്നിട്ടില്ലെങ്കിലും പിന്നെ അതേ ഇന്നത്തെ ദിവസം സർപ്രൈസ് ആയിട്ട് തന്നെ കൊണ്ടുപോയി വാങ്ങിച്ചു തന്നു. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പുതിയ ക്യാമറ, ഫ്യൂജി ഫിലിമിൻ്റെ തന്നെ പുതിയ വെർഷൻ. അപ്പോൾ താങ്ക് യു ചേട്ടാ. വാവ്, ബ്ലാക്ക് ബ്യൂട്ടി, ക്യൂട്ടല്ലേ? മറ്റേ കവർ കളഞ്ഞു പോയിട്ടില്ല, എങ്കിലും കവർ ഉണ്ടല്ലോ. അടിപൊളി. അപ്പൊ കണ്ടല്ലോ, അങ്ങനെ താങ്ക് യു ചേട്ടാ. ഇന്ന് വേറെ കാര്യങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ക്യാമറയുടെ കൂടാതെ. ഞാൻ ക്യാമറ തിരിച്ചെടുത്ത് വെക്കട്ടെ. നമ്മളെ പിള്ളേർക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ പോലെ ചേച്ചിക്ക് നമ്മുടെ കറിയിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ നിങ്ങൾക്ക് അറിയാലോ, ഞാനൊരു ചെയർമേൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വേറെ ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും മുഴുവൻ ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ വേറെ ഒരു പുതിയ ട്രൈപോഡും കൂടെ ജാൻ ചേട്ടൻ വാങ്ങിച്ചു. എൻ്റെ അമ്മ എന്തൊരു വീട്ടാണേ. അപ്പൊ ഇത് കാണിച്ചിട്ടുണ്ടല്ലോ, ട്രൈപോഡ് അല്ലേ, തുറക്കോ. ഇതൊക്കെ കാലുമ വീണ് കഴിഞ്ഞാൽ ആ കാലിന്റെ കാര്യം പോകട്ടെ. അപ്പൊ കറിയൊക്കെ തിളയ്ക്കും. ഈ കറിയുടെ ഉള്ളിലോട്ട് തന്നെ ഞാൻ ഫോക്കസ് ചെയ്ത് തരാം കേട്ടോ. പക്ഷെ എന്റെ ക്യാമറ കേടാവും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ട്രൈപോഡും റെഡി. അപ്പൊ താങ്ക് യു, നിങ്ങൾ കാരണം ഇതൊക്കെ സാധിച്ചത്. അപ്പൊ താങ്ക്സ് അലോട്ട്. അപ്പൊ വീണ്ടും സന്ധിക്കും വരെ വണക്കം, ടാറ്റാ.